പക്ഷെ നിബന്ധന വെച്ച് ഓരോ ഇങ്ങനെ മാനദണ്ഡമൊക്കെ വെച്ച് ഇതുപോലെ മുന്നോട്ട് പോകുമ്പോൾ അത് അജണ്ടയുടെ ഭാഗമായിട്ടല്ലേ കേന്ദ്രത്തിന് അതിന് വഴി കൊടുക്കുക എന്നതിന് പകരം പ്രതിരോധിക്കേണ്ടതല്ലേ? എങ്ങനെ പ്രതിരോധിക്കാനാണ്? പണം കിട്ടാനുള്ള പ്രതിരോധം പറഞ്ഞാൽ നമുക്ക് നോക്കാം. പറഞ്ഞു തന്നാൽ നമുക്ക് ആ മാർഗം സ്വീകരിക്കാം. നിങ്ങൾ ഈ വഴങ്ങുക എന്ന് പറയുന്നതിന് അർത്ഥം എന്താ? കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങളുടെ പണമല്ലേ, രാജ്യത്തിലെ ജനങ്ങളുടെ പണമല്ലേ? ഞങ്ങൾ അവിടുന്ന് അച്ചടിച്ചുണ്ടാക്കിയ പണം എന്ന് പറയുന്നത് നരേന്ദ്രമോദിൻ്റെയോ അതുപോലെ തന്നെ BJP-കാരൻ്റെയോ ഏതെങ്കിലും മേഖലയിൽ നിന്ന് കൊണ്ടുവന്നെയാണോ? അത് ഈ രാജ്യത്തിൻ്റെ പണമാണ്. ആ പണത്തിൻ്റെ അർഹതപ്പെട്ട ഓഹരി നമുക്ക് തരുന്ന പണം. ആ തരാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിനെപ്പറ്റി ഒരു അക്ഷരം പറയാൻ ഈ കേരളത്തിലെ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല, പ്രത്യേകിച്ച് കോൺഗ്രസിന്. കോൺഗ്രസ്സാണ് ഇതിനെല്ലാം ഒപ്പിട്ട് നേരത്തെ എല്ലാ രീതിയിലും ഒപ്പ് നിൽക്കുകയും ചെയ്യാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഓരോ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നോക്കാം നമുക്ക് എങ്ങനെയാ പോകുന്നത്. അതൊക്കെയല്ലേ ഞാൻ പറഞ്ഞ ചർച്ച ചെയ്യാം. ഏതൊക്കെ രീതിയിലാണ് നിബന്ധന, എന്തൊക്കെയാണ് നിബന്ധന, അതിൻ്റെ നിബന്ധനകളൊക്കെ വരട്ടെ. അതെല്ലാം കൂടി നിങ്ങളിപ്പോൾ ആരും ഈ നിബന്ധനയും കാര്യമൊന്നും പഠിക്കുന്നില്ല, ആരും പഠിക്കാണ്ടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിബന്ധനകളെ സംബന്ധിച്ചെല്ലാം ഉള്ള കാര്യങ്ങൾ വെച്ച് ഏതിനൊക്കെയാണ് നിബന്ധനയുള്ളത്, ഏതൊക്കെ സ്കൂളിനെയാണ് ബാധിക്കുക, എത്ര സ്കൂളിനെയാണ് ബാധിക്കുക, അതുപോലെ തന്നെ നമുക്ക് തരേണ്ടുന്ന യൂണിഫോമിൻ്റെ പണം തരുന്നില്ല, ശമ്പളം കൊടുക്കാനുള്ള പണം കിട്ടുന്നില്ല, അങ്ങനെ നിരവധി 1502 കോടി റുപ്യ ഇപ്പോൾ തന്നെ കുടിശ്ശികയായി കിടക്കുകയാണ്. ഇനിയും ഒരുപാട് കോടി കുടിശ്ശികയായി കിടക്കുകയാണ്. ഗവൺമെൻറ്റാണ് പണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റാണ് പണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയെല്ലാമുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. അതാ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചർച്ച നടത്തി ആവശ്യമായ നിലപാട് നമുക്ക് സ്വീകരിക്കാം. അല്ല, എനിക്കതിലൊന്നും യാതൊരു മറുപടി പറയാനില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇത് ഏറ്റവും ശക്തമത്തായ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ മുന്നണി നൈമിഷികമായ ഒരു രീതിയിലും രൂപപ്പെട്ടതൊന്നുമല്ല, കൃത്യമായ രാഷ്ട്രീയ അടിത്തറയിലാണ്. ഞങ്ങൾ CPIM കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണിയിലെ പാർട്ടി എന്ന് പറയുന്നത് CPI ആണ്. ആ CPIയെ മുഖവിലക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞത്. അല്ല, അതുൾപ്പെടെ എല്ലാം പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചാൽ പോലെ. പാർട്ടി ഇപ്പോഴൊന്നുമല്ലല്ലോ, എത്രയോ കൊല്ലമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. PMC ഉൾപ്പെടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, PMC മാത്രമല്ല, ലോകബാങ്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നില്ലേ, ADB ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായില്ലേ. കേന്ദ്ര ഗവൺമെൻറ് ആദ്യകാലത്ത് നെഹ്റുവിൻ്റെ കാലത്ത് പഞ്ചവത്സര പദ്ധതിക്ക് നിബന്ധനകളില്ല, പക്ഷേ ഇന്ദിരാഗാന്ധി മുതൽ നിബന്ധന തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ശക്തിപ്പെട്ട് മുമ്പോട്ടേക്ക് പോവുകയാണ് BJP-യുടെ ഗവൺമെൻറ് കാലത്ത്. അത് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് തന്നെ ഞങ്ങളിതെല്ലാം നല്ലതുപോലെ ചർച്ച ചെയ്തിട്ടുണ്ട്, ഓരോ ഘട്ടത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇതേപോലെ പ്രശ്നം വന്നപ്പോൾ പല ഫണ്ടും തടഞ്ഞു വെച്ചു, അപ്പോഴും ചർച്ച ചെയ്തില്ലേ. ആരോഗ്യ മേഖലയിൽ ചർച്ച ചെയ്തില്ലേ. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നല്ലോ നമ്മുടെ ഈ വിവിധ മേഖലയിൽ, ഞാൻ ഓരോരോ മേഖല പറയുന്നില്ല, എല്ലാ മേഖലയിലും ഇങ്ങനെ ഫണ്ട് തടഞ്ഞു വെക്കുന്ന ഘട്ടത്തിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാവരുമായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ LDFും ചർച്ച ചെയ്തിട്ടുണ്ട്, ഇനിയും ചർച്ച ചെയ്ത് അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. കേന്ദ്രത്തിന്റെ നയങ്ങളല്ല, കേന്ദ്ര സംസ്ഥാന ബന്ധം എന്ന് പറയുന്നത് ഫെഡറൽ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ, അതല്ലേ? ആ നയം തകർക്കുന്ന ഗവൺമെന്റിന്റെ സമീപനത്തെയാണ് നമ്മൾ ശക്തിയായിട്ട് എതിർക്കേണ്ടത്. അപ്പോൾ അത് എതിർത്തുകൊണ്ട് തന്നെ മുമ്പോട്ടേക്ക് പോകും. ആ എതിർപ്പിന് ഒരു തരത്തിലുള്ള വ്യത്യാസം വരുത്തില്ല. അപ്പോൾ ഇപ്പോഴും വരുത്തില്ല. ഇനിയും അതൊന്നും നടക്കൂല, അതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. അതൊന്നും കേരളത്തെ സംബന്ധിച്ചോ, ഇപ്പോൾ ഇവിടെ വീടെടുക്കുമ്പോൾ വീടിന് ഇവിടെ പേരെഴുതി വെക്കണമെന്നെല്ലാം പറഞ്ഞില്ലേ, അതുകൊണ്ട് മാത്രം കേരളത്തിൽ എന്തെങ്കിലും നടക്കുമോ? അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഞങ്ങളുടേതായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് PM ശ്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമുള്ളതല്ല, ഞങ്ങൾ ആ നിലപാടിനോട് യോജിക്കുന്നതല്ല. എന്നാൽ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പണവും കിട്ടണം,
നിലപാട് നടപ്പിലാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അവരുടെ നിലപാട് നടപ്പിലാക്കാൻ പറ്റുകയും ചെയ്യില്ല എന്ന ഒരു അന്തരാള ഘട്ടമുണ്ടല്ലോ. ആ ഘട്ടത്തെ നമുക്ക് എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നത് CPI ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ടും ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അതിലൊരു കടുംപിടുത്തം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കേണ്ട കാര്യമില്ല. കൂട്ടായിട്ടുള്ള മുന്നണിയും ചർച്ച ചെയ്യുകയാണ്, അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. ചർച്ച ചെയ്യും. അല്ല, അത് ഉൾപ്പെടെയല്ലേ ഞാൻ പറഞ്ഞത് ചർച്ച ചെയ്യാം. ഞങ്ങളൊക്കെ ആയിട്ട് എത്രയോ പ്രാവശ്യം ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ മുമ്പ് തന്നെ. ഇത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലോകബാങ്കിൻ്റെ കാര്യത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ADBൻ്റെ കാര്യത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, കേന്ദ്ര നിബന്ധനകളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തിട്ടുണ്ട്. ഓരോ നേരത്തെ എല്ലാം ഇപ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടല്ലേ വരുന്നത്. അതെ, അങ്ങനെയാണ് നിന്നത് ഇതുവരെ. അപ്പോൾ ഭരണപരമായ കാര്യങ്ങൾ എന്താണെന്നുള്ളത് മന്ത്രിയോട് കൂടി ചോദിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിതിലിപ്പോൾ ഒന്നിനെയും ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കാനോ ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കാനോ അല്ല പുറപ്പെടുന്നത്. നമുക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം വിശദാംശങ്ങളാകെ ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോകാമെന്നാണ് പറഞ്ഞത്.